14 തരം തുളസി ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഇത് ഏത് വിഭാഗത്തിൽപ്പെട്ടതാ? ഇത് നാരക തുളസിയിൽ ഉൾപ്പെട്ടാണ്. നാരക തുളസി എന്നാണ് ഇതിന് പറയപ്പെടുന്നത്. നമ്മൾ ഇതിന് ശേഷം വെള്ളം ഒഴിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഇതിൻ്റെ മണം നല്ല ശരിക്കും പറഞ്ഞാൽ ഈ നാരങ്ങയുടെ മണം. അപ്പോൾ ഇതിൻ്റെ പേര് കാട്ടുതുളസി എന്നാണ്. ഈ കാട്ടുതുളസി തന്നെ ഒരു 4-5 വെറൈറ്റീസ് ഉണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഐറ്റമാണ് ഇത്. നമുക്ക് ജലദോഷമൊക്കെ വന്നു കഴിഞ്ഞാൽ കാപ്പിയിട്ട് കുടിക്കാനായിട്ട് ഏറ്റവും നല്ലൊരു സാധനമാണ്. ഈ കാണുന്നത് കർപ്പൂര തുളസിയാണ്. ഇത് നല്ല കർപ്പൂരത്തിൻ്റെ മണമുള്ളതുകൊണ്ടാണ് ഇതിനെ കർപ്പൂര തുളസി എന്ന് പറയുന്നത് തന്നെ. ഇത് നമുക്ക് കടുത്ത പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇലയും വേരും എല്ലാം കൂടെ ഇട്ട് കഷായം വെച്ച് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ പനി വളരെ പെട്ടെന്ന് കുറയും. അപ്പോൾ ഈ കാണുന്ന രാമതുളസി എന്ന് പറയുന്ന സാധനമാണ്. ഇത് നമ്മൾ വെള്ളത്തിലിട്ട് തിളപ്പിച്ച് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ ശരീരത്തിന് നല്ല ഉന്മേഷ ഉണർവും കിട്ടും. അതോടൊപ്പം തന്നെ നമ്മൾ വെള്ളത്തിലിട്ട് കുടിക്കുന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ദുർഗന്ധം ഉണ്ടെങ്കിൽ അതും മാറിക്കിട്ടും. നമ്മളറിയാതെ തന്നെ രാമതുളസിയുടേതായ ഒരു മണം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകും. ഈ കാണുന്ന പൂച്ച തുളസി അല്ലെങ്കിൽ പൂച്ച മീശ എന്ന് പറയും. ഇത് പൂച്ചയുടെ മീശയുടെ ആകൃതിയിലായിരിക്കുന്ന ഇതിൻ്റെ പൂവ്, അതുകൊണ്ടാണ് ഇതിനെ പൂച്ച മീശ എന്ന് പറയുന്നത്. ഇത് ഡയബറ്റീസ് ഉള്ളവർക്ക് ഇതിൻ്റെ ഇല വെള്ളത്തിലിട്ട് തിളപ്പിച്ച് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡയബറ്റീസിൻ്റെ അളവ് കുറയും. ഇത് മിൻറ്റ് തുളസി എന്ന് പറയും. ഇത് ശരിക്കും മിൻറ്റിൻ്റെ മണമുണ്ട്, അതുകൊണ്ടാണ് ഇതിനെ മിൻറ്റ് തുളസി എന്ന് പറയപ്പെടുന്നത്. അതുപോലെ നമുക്ക് ജലദോഷമൊക്കെ വന്നു കഴിഞ്ഞാൽ ശരിക്കും ആവി പിടിപ്പിക്കുന്നതിലേക്ക് വേണ്ടിയിട്ട് ഏറ്റവും നല്ലൊരു സാധനമാണിത്. വേറെ ഒന്നും ഇടണ്ട, ഈ മിൻറ്റ് തുളസി മാത്രം ഇട്ടാൽ മതിയാകും.